യെസ് സർ. കാര്യത്തിന്റെ ഗൗരവത്തെപ്പറ്റി ഞാൻ തികച്ചും ബോധവാനാണ്. കഴിയുന്നതും വേഗം കേസിനൊരു തുമ്പുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതിനായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കനായ മിസ്റ്റർ പ്രേംകുമാറിനെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യെസ് സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. യെസ് സർ. താങ്ക് യു. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് മിസ്റ്റർ പ്രേംകുമാർ. ഹോം മിനിസ്റ്റർ എനിക്ക് ഫോൺ ചെയ്തിരുന്നു സർ. വാളുമോഷണത്തെ പറ്റി ഒരു തെളിവും കിട്ടാത്തതിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. വലിയ പാടത്തെ ജനങ്ങൾ പോലീസിന്റെ അനാസ്ഥയെപ്പറ്റി പറഞ്ഞ് പ്രക്ഷോഭണവും കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കഴിയും വേഗം ഈ കേസ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സർ. അതുകൊണ്ടായില്ല, പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഞാൻ ഈ കേസിന്റെ പരിപൂർണ ചുമതല മിസ്റ്റർ പ്രേമിനെ ഏൽപ്പിക്കുന്നു. താങ്ക് യു സർ. എനിക്കതിൽ പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് സർ വലിയ പാടം. യെസ് യെസ്. സീ ദിസ് ഫയൽ. അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു രാമചന്ദ്രൻ നായരുടെ മ്യൂസിക് പാർട്ടിയിൽപ്പെട്ട ചില ആളുകളുമായി ഈ കവർച്ചയിൽ ബന്ധമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. രാമചന്ദ്രൻ നായരോ? അതെ, മലയാളി തന്നെ. പ്രേം ഉടനെ സിംഗപ്പൂരിലേക്ക് പുറപ്പെടണം. യെസ് സർ. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. സിംഗപ്പൂരിലെ പോലീസ് മേധാവിയുമായി ബന്ധം പുലർത്തി കഴിഞ്ഞു. അവരുടെ എല്ലാ സഹായ സഹകരണവും പ്രേമൻ അവിടെ ഉണ്ടായിരിക്കും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമ്മേ, എനിക്കുടനെ ഒരു യാത്രയുണ്ട്. അമ്മ തന്നെയല്ലേ എന്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞത് എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു യോഗമുണ്ടെന്ന്. അതിപ്പോ ഒത്തു വന്നു. അതെ അമ്മേ, സിംഗപ്പൂരിലേക്ക്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ മോഷണം പോയില്ലേ, അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അതിന് നീ തന്നെ പോണോ മോനെ? ആദ്യമായിട്ടാണമ്മേ എന്റെ കഴിവുകൾ കാണിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛന്റെ ആഗ്രഹപ്രകാരം അമ്മ എന്നെ വളർത്തി പഠിപ്പിച്ചു, ഒരു പോലീസ് ഓഫീസറുമാക്കി. ഇനി അച്ഛനെ പോലെ കടമകൾ നിർവഹിക്കാനും സത്പേരുണ്ടാക്കാനും അമ്മേനെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. അത് നീ പറയണോ മോനെ? നാളെ നിന്റെ പിറന്നാളാ. നിന്നെയും കൂട്ടി ദേവീക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മേ, നാളെ രാവിലെ എനിക്ക് പോകണം അമ്മേ. എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. എനിക്കെല്ലാം എന്റെ അമ്മയാണ്. നീ എന്താണ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നേ? എന്നെ പോലെ മിടുക്കനായ ഒരു ഓഫീസർ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെന്നാണ് എന്റെ മേലധികാരികൾ പറയുന്നത്. മതി മതി ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറഞ്ഞത്. പറയും, ഇനിയും പറയും. എത്ര നാളായി ആ റാസ്കൽ സേതു കളവും കള്ളക്കടത്തും നടത്തി വരത്തുന്നു? ആ ചന്ദ്രവനെ പിടിച്ചേട്ടാൻ സാധിച്ചിട്ടുണ്ടോ? ഈ SI കൃഷ്ണനായർ അവനെ പിടിച്ചകത്താക്കി. ജയിലിലേക്ക് പോകുമ്പോ അവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? തിരിച്ചു വന്നാൽ എന്റെ തല കൊയ്യുമെന്ന്. സാമർത്ഥ്യം കൊണ്ടേ ചെയ്തോളാൻ ഞാനും പറഞ്ഞു. ഈ സ്വന്തം കഴിവിനെ പറ്റി പറയേണ്ടതേ മറ്റുള്ളവരാ. എടേ, നീ എന്നെ വാരിയാണ്. പിന്നല്ലാതെ ഈ ജോലിക്കാരി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? വീട്ടുകാരി ഒന്നും അന്വേഷിക്കണ്ടേ? നാളെ എന്താ ദിവസം അറിയോ? എന്താ? നമ്മുടെ പ്രേമന്റെ പിറന്നാളാണെന്ന് പറഞ്ഞു വരികയായിരിക്കും. നീ പറയുന്നത് കേട്ടാത്തൊന്നും നിന്റെ മാത്രം മോനാണ്. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. അവന് വേണ്ടി ഒരു നല്ല സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? പേന. ഒന്നേ വാങ്ങിയുള്ളൂ? ഒരാൾക്കല്ലേ പിറന്നാളുള്ളൂ. അതോ രണ്ടുപേരെയും നീ ഒരേ ദിവസം പ്രസവിച്ചോ? ശരിയായി. ഇന്നിവിടെ ബഹളം നടന്നു തന്നെ. രണ്ടെണ്ണം വാങ്ങാറുന്നില്ലേ? കാരണമില്ലാതെ വഴക്കുണ്ടാക്കുന്നവനാ സുരേഷ്. ഇന്നൊരു കാരണവുമായി. വീടിന് കിടക്കുന്നവനെ അടിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കളങ്കട.
എന്താ എന്തായത്? ഒരു പെണ്ണ് വാങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ദേ ഈ സുരേഷിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ ഇവൻ ഈ വീട് രണ്ടാക്കും. കൊടുക്കാവന കൊടുക്കില്ല. കൊടുക്കാൻ കൊടുക്കില്ല. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് നിന്റെ അടുത്ത് ഞാൻ പറയാ. കൊടുക്കവനാ? കൊടുക്കില്ല. ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലേ? കൊടുക്കാവനാ? കൊടുക്കില്ല. അയ്യോ, അവനെ വിളിക്കുന്നേ നോക്ക, അവനെ വിളിക്കും, അവനെ തിരിച്ചു വിളിക്കുന്നു. പോകട്ടെ, പുകഞ്ഞ പുറത്ത്. ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലേ? കൊടുക്കാവനാ? വിശപ്പ് തുടങ്ങുമ്പോ അവന് വരും. പ്രേമന്റെ പിറന്നാളായിരുന്നു ഒന്ന്. ഊണ് കഴിഞ്ഞിട്ട് മതിയായിരുന്നു ചോദ്യം ചെയ്യലും ശിക്ഷിക്കലും ഒക്കെ. അമ്മേ, സുരേഷ് തിരിച്ചു പറയില്ലേ? ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വരാം. നോക്കി, അവൻ എന്റെ മോനാ. അവൻ തിരിച്ചു വരാതിരിക്കില്ല. ഞാൻ തന്നെ. ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് വരികയെന്ന് വിചാരിച്ചല്ലടാ. തിരിച്ചു വരികയെന്ന് വിചാരിച്ച നീ ജീവനോടിരിക്കുന്നത് എനിക്ക് രക്ഷയില്ലടാ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ ഒരു യാത്ര പോകുന്നതിന് അമ്മ ഇങ്ങനെ വിഷമിച്ചാലോ? ഒന്നുമില്ല മോനെ, ഇന്ന് നിന്റെ പിറന്നാളാ. പിറന്നാൾ ദിവസമാണ് നിന്റെ അനിയൻ പോയത്. അത് ഓർത്തു പോയി. അവൻ തിരിച്ചു വരും അമ്മേ. അമ്മ വിഷമിക്കാതിരിക്കണം. എന്റെ ദേവി, എന്റെ മോൻ ഒരാവത്തും വരാതെ കാത്തുകൊള്ളേ.
Come here. Boss, Yep. phone call for you. For me? Yeah. Ah. Well, just a minute, dear. Come on up. Come on, Barrett. Help me up. Well, okay, I'm going to buy you a lunch. Okay? Well, come on. Had a nice time, eh? James? Yes, sir. രാമചന്ദ്രൻ ഇതൊരു സത്യം പറഞ്ഞില്ല അല്ലേ? ഇല്ല. Bring him here. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, ഹൗ ആർ യു? നീ എന്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റാണ്. പക്ഷേ ആ സാമർത്ഥ്യം എന്നോട് കാണിക്കുന്ന അപകടമാണെന്ന് അനുഭവത്തിൽ നിന്ന് നീ പഠിച്ചു കഴിഞ്ഞു. അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ആ രത്നവാളിൽ നിന്ന് നീ അടർത്തിയെടുത്ത രത്നം എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? സത്യം പറയണം. നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. പക്ഷേ ആ രത്നം എനിക്ക് കിട്ടിയേ തീരും. നീ പറയില്ല അല്ലേ? എന്നെ കബളിപ്പിച്ച് ജീവിച്ചു കളയാവുന്നത് നീ വ്യാമോഹിച്ചു അല്ലേ? എടാ, ആർക്കെങ്കിലും അവരുടെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതായിരിക്കും ഗതി. ഇവന് ബോധം വീഴുമ്പോൾ വീണ്ടും കൊണ്ടുവരണം. രത്നം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് അവൻ ചത്തു. ബാസ്, യെസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ എന്നിവിടെ ലേഡ ചെയ്തിട്ടുണ്ട്. എവിടെ താമസിക്കുന്നു? ഹോട്ടലിൽ തന്നെ. രാമചന്ദ്രന്റെ മകളെ അവൻ കാണാതിരിക്കില്ല. അതിനവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? അവനായി ഉണ്ടേ. ഓക്കെ. Who are you? Who is your boss? Tell me.